അയ്യോ പുള്ളി ഒരു ആവേശമായിരുന്നല്ലോ ആൾക്കാർ. കാരണം ഒരു ഇതിഹാസമല്ലായിരുന്നു, ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമായിരുന്നു ആ സമയത്ത്. PM നരേന്ദ്രമോദിജിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ പ്ലാൻഡ് ആയിരുന്നു. അത് 34 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നത് അവിടെ യുഎഇയിൽ. നമ്മുടെ മമ്മൂട്ടിക്ക് സാറാണ് മെഗാസ്റ്റാർ എന്നുള്ള പേര് സമ്മാനിച്ചതെന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാണ്. ഞാനന്ന് ഗൾഫ് ന്യൂസിലായിരുന്നു. സർ, ഒരുപാട് ലോക നേതാക്കളെ സാറ് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ചിലതൊക്കെ വളരെ കാഷ്വലായിട്ടുള്ള ഒരു വീണ് കിട്ടിയ അവസരങ്ങളായിരുന്നു. ചിലത് ഇൻ്റർവ്യൂസ് മാത്രമേ ഉള്ളൂ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രസിഡൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ടോ രാഹുൽ ഗാന്ധിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്ത് ആദ്യമേ അവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ അവർ അയച്ചു കൊടുത്ത് അവരത് മനസ്സിലാക്കിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ചില ആയിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ ആണെങ്കിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിൽ കിട്ടും, 2 പ്രാവശ്യം സന്ദർഭത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒരു അവസരത്തെ കിട്ടി. അദ്ദേഹമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വേറെ സമയത്ത് പിന്നെ വേറൊരു വലിയ ഫംഗ്ഷനെ പങ്കെടുത്തുകൊണ്ടിരുന്നുണ്ടെ അവനത്തെ സൈഡ് ലൈൻസ് കുറച്ച് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം ഉദാഹരണത്തിന് ക്ലിൻ്റൻ്റെ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ കാഷ്വലായിരുന്നു. കാഷ്വൽ എന്ന് പറഞ്ഞാൽ വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. അത് പിന്നെ ജെംസ് ഫൗണ്ടേഷൻ, ജെംസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ലീഡർഷിപ്പ് ഗ്രൂപ്പുണ്ട്. വലിയ ഹൈ പ്രൊഫൈൽ ഇവൻ്റ് ആയിരുന്നു. അതിൻ്റെ ചെയർമാനായ സണ്ണി വർക്കി എന്നെയും കൂടെ വിളിച്ച് ക്ഷണിച്ചു. അപ്പോൾ സാധാരണ ആ ഒരു സദസ്സിലേക്ക് ഒക്കെ വരുന്നതിനൊക്കെ വലിയ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെ ചെന്നു എന്നോടുള്ള പ്രത്യേക ഒരു സ്നേഹം കൊണ്ട് സണ്ണി എന്നെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ തന്നെ പത്രത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊരു പ്രത്യേക താല്പര്യം. മറ്റേ മീഡിയക്കാരെ ആരും അടുപ്പിക്കത്തില്ലായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. പുള്ളി കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. ഇവിടുത്തെ പത്രപ്രവർത്തനം നിങ്ങോട്ടൊക്കെ എങ്ങനെയാണ്, ആർ യു എൻജോയിങ് ഇറ്റ്, ഇവിടുത്തെ രീതിയും കാര്യങ്ങളും. അപ്പം അറേഞ്ച് ചെയ്തൊരു ഇൻ്റർവ്യൂ അല്ല. അതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റ് ജോക്കോ, മുൻ പ്രസിഡൻറ്റ്, തൊട്ട് മുമ്പുള്ള പ്രസിഡൻറ്റ്, അദ്ദേഹം വന്നു. ഇതേപോലെ തന്നെ വലിയൊരു സദസ്സിലാണ്. അപ്പോൾ പുള്ളിയുടെ ആതിഥേയൻ അവിടുത്തെ വന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിക്ക് കുറച്ച് നേരം സംസാരിച്ചു. ഇന്തോനേഷ്യയും മിക്കവാറും ഇവരെല്ലാം സംസാരിക്കുന്നത് എന്താണ് യുഎഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും അതെങ്ങനെ മെച്ചപ്പെട്ടതിനെ കുറിച്ചും ഇനി എങ്ങനെ മെച്ചപ്പെടാൻ പോകുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതൊക്കെ അവർ സംസാരിക്കത്തുള്ളൂ. വേറെ അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല. സർ, അതുപോലെ നെൽസൺ മണ്ടേലയുടെ കാര്യം പറയുമ്പോൾ സാറിൻ്റെ ഒരു ആർട്ടിക്കിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നടന്നിട്ടായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നെൽസൺ മണ്ടേല എന്ന് പേരെടുത്ത് വിളിക്കുന്നുണ്ട്. പുള്ളി ഒരു ആവേശമായിരുന്നല്ലോ ആൾക്കാർ. കാരണം അതൊരു ഇതിഹാസമല്ലായിരുന്നു, ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമായിരുന്നു ആ സമയത്ത് പുള്ളി. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഒരു എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചാർജും കാര്യങ്ങളെപ്പോഴും. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും കൂടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടൊരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ അങ്ങനെ കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുക 1-to-1 ഇൻ്റർവ്യൂ ഇല്ല. ഐസൊക്കെ കാര്യം ചെയ്ത് ഞാൻ ഈ സമയത്ത് കാണും. പുള്ളി പുറത്ത് ആ ഹോട്ടലിൽ തന്നെയുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ, അതിൽ കൂടെ പുള്ളി ഒന്ന് നടക്കും. നമുക്ക് ഒരുമിച്ച് അപ്പം ഞാൻ മേളിൽ കയറി ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുള്ളി ഞാനും ഇതെല്ലാം ഇതുമായിട്ട് നടന്നു. താഴോട്ട് ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് മണ്ടേല എന്ന് വിളിച്ചപ്പോൾ പുള്ളി അവിടെ നിന്നു. പിന്നെ പുള്ളി വളരെ ലളിതമായ രീതിയിൽ വളരെ ലാളിത്യമുള്ള എന്നാൽ വളരെ വലിയ ചിന്തകരും കൂടെയായിരുന്നു. ഈ പുള്ളിയുടെ കാഴ്ചപ്പാടും വലുതായിരുന്നു. വേറെ ഫ്രീഡത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ഡെമോക്രസിയെക്കുറിച്ച് മാത്രമല്ല, പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ചായാലും ഒക്കെയുള്ള പുള്ളിയുടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചോദിക്കാനുള്ള സമയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് സംസാരിച്ചു. നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം തന്നെയാണ്. വളരെ ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ വെച്ച, അതായത് സംഘേഴ്സിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് ഗുരുവായൂരപ്പൻ ഹോട്ടൽ എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റും ഊണും ഒക്കെ അവിടെ ഞങ്ങളൊക്കെ കഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലമുടി അന്നും ഇങ്ങനെയായിരുന്നു ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതാണ് പുള്ളിയുടെ ഒരു മാർക്കെന്ന് ഐഡൻറ്റിറ്റി. PM നരേന്ദ്രമോദിജിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ പ്ലാൻഡ് ആയിരുന്നു. അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഐതിഹാസികമായ ചരിത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ വിസിറ്റ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 1981 നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വിസിറ്റിന് ശേഷം വേറെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല, പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിട്ടില്ല.
അങ്ങനെയാണ് എത്രയോ വർഷത്തെ ഗ്യാപ്പിന് ശേഷം 24 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നത് അവിടെ UAE-യിൽ. വളരെയേറെ വലിയൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. അതിനു വേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു, 2 രാജ്യങ്ങളും പ്രിപ്പയർഡ് ആയിരുന്നപ്പോൾ. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ കലീഷ് ടൈംസിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ആദ്യം. പക്ഷേ മലയാളിയായ ഒരു അംബാസഡർ ആ സമയത്ത് UAE-യിലുണ്ടായിരുന്നു, TP സീതാറാം. അപ്പോൾ അദ്ദേഹം ഉണ്ട്. പക്ഷേ മിക്കവാറും നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സമയത്ത് USA-യിലേക്ക് പോയി. വേറൊരു ഒഫീഷ്യൽ ചടങ്ങിനായിട്ട് പോയതാണ്. ഓഗസ്റ്റ് 13-ന് ഞാൻ USA ന്യൂയോർക്കിൽ ഇരിക്കുമ്പോൾ അന്ന് ട്രംപിൻ്റെ ഹോട്ടലിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയത്ത് വേറെ 2-3 പേര് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അവരുടെ ഒരു മെസ്സേജ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോള് കിട്ടുന്നു. അത് നമ്മുടെ അംബാസഡർ വിളിക്കുകയാണ്. ഐസക് എവിടെയാണ്? ഞാൻ സാറേ ഞാനിവിടെയാണ്. അയ്യോ പെട്ടെന്ന് വരണം, പെട്ടെന്ന്. ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് ശേഷം 3:30 PM-ൻ്റെ വീട്ടിൽ വെച്ച് റെസിഡൻസി വെച്ചാണ് ഇൻ്റർവ്യൂ ശരിയാക്കിയത്. വളരെ എക്സൈറ്റഡ് ആയി. പക്ഷേ ഫ്ലൈറ്റ് കിട്ടുന്നില്ല. ഡയറക്റ്റുള്ള ദുബൈക്ക് വരുന്ന കാര്യം അസാധ്യമാണ്. ഡയറക്റ്റ് പിന്നെ വേറെ ഫ്ലൈറ്റ് ഇന്ത്യക്ക് പോകാനും ആ സമയത്ത് കിട്ടത്തില്ല. പിന്നെ പാരീസ് വഴി എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് കൂടുതൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. അത് കാരണം ഈ ടിക്കറ്റ് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റേതുണ്ട്. എന്നാലും അങ്ങനെ വന്ന് എന്തായാലും ഒരു ഓഗസ്റ്റ് 14 രാത്രി ദുബൈയിലെത്തുന്നു. എയർപോർട്ടിൽ തന്നെ എൻ്റെ ആൾക്കാർ ഇതിന് വേണ്ട ജാക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. പിന്നെ കലീഷ് ടൈംസിൻ്റെ ഒരു മൊമെൻ്റ് അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന കലീഷ് ടൈംസിൻ്റെ വകയായിട്ടുള്ള അതും റെഡിയായിക്കൊണ്ട് അവിടെ വന്നു. ഞാൻ അവിടെ നിന്ന് കയറി എന്തായാലും സമയത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു അവിടെ വെച്ച്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ വെച്ച്. മോദിജിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സാറിന് എന്തായിരുന്നു ഒരു ഹാബിറ്റും കാര്യങ്ങളും അതൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു? എന്താണ് സാറിന് അവിടുന്ന് ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് മോദിജിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ? പുള്ളി വളരെ ഹീസ് എൻ ഒറേറ്റർ, അറിയാമല്ലോ. ഇപ്പോൾ ഇന്ത്യ UAE-യെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുള്ളി ആദ്യം പറഞ്ഞ വാക്കുകൾ UAE അത് പുള്ളിക്ക് പറയേണ്ട 1-2 കാര്യം. ഒന്ന്, അതുവരെ UAE നമ്മൾ ഇഗ്നോർ ചെയ്തിരുന്നു. ഒരു രാജ്യമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബയലാറ്ററൽ റിലേഷൻഷിപ്പ് അത് മന്ത്രിമാരും പോയോണ്ട് കാര്യമാകത്തില്ല. അവിടുത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രസിഡൻസോ ഒക്കെ ഉള്ള ആ രീതിയിൽ ആ തലത്തിലേക്ക് ഉയർത്തിയില്ല. 34 വർഷം നമ്മൾ അതിനെ അവഗണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തിരുത്താൻ പോവുകയാണ്. UAE ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആ ഹെഡ്ലൈനാണ് കൊടുത്തത്, UAE ഈസ് ഇന്ത്യസ് ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നുണ്ട് മോദിജി പറയുന്നിരുന്നു. പിന്നെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂവിന് ഒരു 45 മിനിറ്റ് സമയം തന്നുള്ളൂ. ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ അയച്ചു കൊടുക്കും. ഇതൊക്കെ നേരത്തെ കൊടുക്കണമായിരുന്നു. അതൊക്കെ വെറ്റ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ആൻസേഴ്സ് എഴുതി തന്നു വരും. അന്ന് രാത്രി അപ്പം തന്നെ ഒരു 2 മണിക്കൂറിനകം നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം ലാൻഡ് ചെയ്യുകയാണ് UAE-യിൽ. ആ ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ പത്രത്തിലെല്ലാം ഈ വാർത്തകൾ വന്നു, മനസ്സിലായില്ല. ഇതായിട്ട് വന്നു. പിന്നീട് പുള്ളി 7 പ്രാവശ്യം UAE വന്നിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യമെങ്കിലും ഞാൻ വലിയ ബൾക്ക് സപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ പുള്ളി 2 പ്രാവശ്യം ട്വീറ്റ് ചെയ്തു റിപ്പീറ്റായിട്ട്. അത് ഒത്തിരി മില്യൺസ് കാണും. പുള്ളിക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ പലരും അതങ്ങനെ കാണില്ല. കലീഷ് ടൈംസ് മാത്രം വന്നുകൊണ്ട് കാണത്തില്ല. അങ്ങനെ ട്വീറ്റ് ചെയ്ത് അങ്ങനെ വലിയൊരു ഉണ്ടായി. അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. പിന്നെ സാർ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ സാറ് ഒരുപാട് അധികം ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സാർ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് മുമ്പ് നടത്തുന്ന ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ഇപ്പം പ്രൈം മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ പ്രതിഭാപ്പെട്ട ഒരു പ്രസിഡന്റിനോ ഒക്കെ ഞങ്ങൾ പ്രിപ്പയർഡ് ആവും. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മുടെ 1-2 കൊളീഗ്സുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യും. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ആംഗിളിലാണ് നമ്മുടെ ചോദ്യം വേണ്ടത്. അങ്ങനെ വളരെ കുറച്ച് സമയമുള്ള ഫോർമൽ ചീഫ് മിനിസ്റ്റർ, പിന്നെ നമ്മുടെ കേരള ചീഫ് മിനിസ്റ്ററിനെ ഇൻ്റർവ്യൂ ചെയ്തു. അതൊക്കെ ഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവർക്ക് നേരത്തെ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെയോ അല്ലെങ്കിൽ പിന്നെ കരുണാകരനെയോ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അവിടെ വന്ന് നമ്മൾ ചോദിക്കുന്നത്. കരുണാകരനൊക്കെ എന്തും തയ്യാറായാണ്. ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ പിന്നെ അറിയാമല്ലോ, എല്ലാം തുറന്ന് പുള്ളിയുടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കാണ്. അവർക്ക് ക്വസ്റ്റ്യൻസ് വേണം. ആദ്യം ചോദിച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായിയെ എനിക്ക് തോന്നുന്നൊരു 3-4 പ്രാവശ്യങ്ങളിൽ ഇൻ്റർവ്യൂ ചെയ്ത് കാണും. അതൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഇല്ല. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കാഷ്വലായിട്ടും ഒക്കെ ഉണ്ടല്ലോ, അത് അറിയാം അവർക്ക്. ഇപ്പോൾ കരുണാകരൻ്റെ അടുക്കൽ ഏത് ചോദ്യം ചോദിച്ചാലും പുള്ളി മറുപടി പറയാം, മനസ്സിലായ അദ്ദേഹം അങ്ങനെയായിരുന്നു.
പിന്നെ നയനായർ. പുള്ളിയെ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പുള്ളിയുടെ അടുക്കൽ. അത് പുള്ളി തമാശ മട്ടിലും നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ടും ഒക്കെ ആയിരിക്കും മറുപടി പറയുന്നത്. അത് വളരെ തമാശ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞു, ഉനക്ക് പുള്ളിയുടെ ലാംഗ്വേജ് നിനക്ക് വട്ടാന്നെന്നാണ് ചോദിച്ചത്. അന്ന് പിണറായി ഒക്കെ 2 റോയ് പുറകെ ഇരിക്കുകയാണ്. ഇവർ കാനഡയ്ക്ക് പോയിട്ട് വരുന്ന സമയത്താണ്. കാനഡയിലെ ആ സമയത്താണ് ലാവ്ലിൻ കേസിൻ്റെ ഒക്കെ കാരണം. അത് നമുക്കന്ന് അറിയാൻ വയ്യായിരുന്ന ഈ കാര്യങ്ങൾ. പിന്നെ അല്ലാതെ അംബാസഡർ വീട്ടിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ 3-4 പത്രക്കാരുണ്ടായിരുന്നു. സാർ, ഇതാണ് ഐസക് പട്ടാണപ്പറമ്പിലാണെന്ന്. താൻ പോടോ മേനോനെ, അംബാസഡറെ പറയുകയാണ്. അംബാസഡറെയൊക്കെ അങ്ങനെ വിളിക്കത്തില്ലായിരുന്നു. പുള്ളി പറഞ്ഞാണ്, താൻ പോടോ മേനോനെ, ഞാനൊരു പത്രക്കാരനാണ്, എനിക്കറിയാം, ഇങ്ങനെ എനിക്കറിയാം, അതായത് എന്നെ അറിയാം, ചുമ്മാ അങ്ങടിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ അവിടെ വന്നപ്പോൾ ഒരു നല്ല രസകരമായ ഒരു സംഭവം ഉണ്ടായി. പിന്നെ നമ്മുടെ ചന്ദ്രികയുടെ റിപ്പോർട്ടർ പുള്ളിയുടെ ചെന്ന് രാത്രി പുള്ളി താമസം ഹോട്ടലിൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ പുള്ളി പറഞ്ഞു എനിക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു, ബ്ലഡി റാസ്കൽ എന്ന് ചോദിച്ചു. ബ്ലഡി റാസ്കൽ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ സമയത്താണെന്ന് എനിക്ക് ഇൻ്റർവ്യൂ വേണമെന്ന് ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞ് നീന ഗോപാൽ എന്ന് പറഞ്ഞ ഗൾഫ് ന്യൂസിലെ നല്ലൊരു വലിയ റിപ്പോർട്ടറുണ്ട്. അവരാണ് രാജീവ് ഗാന്ധിയുമായിട്ട് ലാസ്റ്റ് പിന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോഷൻ തൊട്ട് മുമ്പ് കാറിലിരുന്ന്. എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. വളരെ അഗ്രസീവാണ് പുള്ളിക്കാരി. അങ്ങോട്ട് ഇരുന്നു ലിഫ്റ്റ് വെച്ച് പുള്ളിയെ കണ്ടോണ്ട്, സാർ എനിക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് ഇംഗ്ലീഷിലൊക്കെ കണ്ട് ചോദിച്ചു. അപ്പോൾ ഇംഗ്ലീഷിലാണ് പകുതി, മലയാളിയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് ഗോ ടു ഹെൽ എന്ന് പറഞ്ഞു. യു ഗോ ടു ഹെൽ ഈ സമയത്ത്. അപ്പം ഈ 2 പേരെ അതിൻ്റെ തലേന്ന് വെച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എംബസിയിലോട്ട് പോകാൻ പോകുന്നത്. അംബാസഡർ വീട്ടിൽ വെച്ചാണ്. അപ്പം കുറച്ച് പത്രക്കാരെല്ലാം കൂടെ ഉണ്ടൊക്കെ വന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അന്നില്ലായിരുന്നു, തലേന്നില്ലായിരുന്നു, ഞാൻ ജർമ്മനിയിലായിരുന്നു, ഇദ്ദേഹം ജർമ്മനിയിലായിരുന്നു. വേറെ ഒഫീഷ്യൽ ടൂറിന് പോയി വന്നു, നേരെ അബുദാബിക്ക് പോയി. ഇദ്ദേഹത്തിന് വന്ന് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുകയാണ്. യൂസഫ് അലിയും ഒക്കെ ആ സമയത്തുണ്ട്, അംബാസഡർ വീട്ടിലുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചന്ദ്രികയുടെ റിപ്പോർട്ട് വേറെ ആരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമുക്കിത് ബോയ്ക്കോട്ട് ചെയ്യണം, പുള്ളി നമ്മുടെ ഇദ്ദേഹത്തെ റാസ്കൽ എന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് അറിഞ്ഞത് നീന ഗോപാലിൻ്റെ കാര്യം പറഞ്ഞു. ഇവർ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരുടെ ഗോറ്റ് ഹെല്ലെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, നിങ്ങളും വാ, നമുക്ക് അത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ലേ, അതേ ഒന്നാമത് സരസനാണ്, പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെയുള്ള വാശി കാണിക്കും, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, സാർ അങ്ങ് ഞങ്ങളുടെ റിപ്പോർട്ടറെ റാസ്കൽ എന്ന് വിളിച്ച്. ഉടനെ പുള്ളി പറഞ്ഞുകൊണ്ടേ, അത് നമ്മുടെ നാട്ടിൽ 10 മണിക്ക് ശേഷം ആൾക്കാർ ഏതെങ്കിലും പത്രസമ്മേളനം ചെയ്യും. ആ സമയത്ത് ആൾക്കാർ ഒന്ന് ടോഡി ഷോപ്പിലോ അരക് ഷോപ്പിലോ, ഇത് ഇംഗ്ലീഷിലാണ് പറയുന്നത് കേട്ടോ, അല്ല ഈ മലയാളത്തിൽ ഈ അരക് ഷോപ്പിലോ ടോഡി ഷോപ്പിലോ അല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഗൾഫ് ന്യൂസിലെ നീന ഗോപാൽ എന്നോട് അങ്ങ് എന്തിനാ ഗോ ടു ഹെല്ലെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ പറയാനുണ്ടോ? ഉടനെ പറഞ്ഞു, എന്നെ ലിഫ്റ്റ് വെച്ച് കണ്ടിട്ട് എൻ്റെ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ എന്താ പറയണം, ഗോ ടു ഹെവൻ എന്ന് പറയണം അവൾക്ക്. ഓളെന്നൊക്കെയാണ് പറയുക. പുള്ളിയുടെ എനിക്കറിയാൻ വയ്യാതെ. പുള്ളിയുടെ അടുക്കൽ ഇംഗ്ലീഷിലുള്ള പത്രക്കാർ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്, അല്ല പുള്ളിയുടെ അടുക്കൽ ആരെന്തോ അത് ഇംഗ്ലീഷ് ചോദിച്ചാൽ പുള്ളി ഉടനെ ഇംഗ്ലീഷിൽ മറുപടി പറയും. ഇംഗ്ലീഷിൽ മറുപടി പറയുന്നത് ഇവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവും ഏകദേശം എന്തുവാണ്. ഉടനെ ഞാനത് പറഞ്ഞു കൊടുക്കും. മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ ചീഫ് മിനിസ്റ്റർ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, അതെ ഇതാണ്, ദിസ് ഇസ് വാട്ട് ഹി മെൻറ്റ്, ഇംഗ്ലീഷിൽ പറയും. അപ്പോഴൊക്കെ അവർ മനസ്സിലാവും. അപ്പോൾ അവർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പുള്ളി എൻ്റെ മുഖത്തോട്ട് നോക്കും. ഉടനെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. പുള്ളി അത് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയും. പുള്ളിയുടെ ഇംഗ്ലീഷ് അല്ല, പുള്ളി അത് അങ്ങനെ ആ സമയത്ത് പുള്ളി പത്രപ്രവർത്തകനല്ലേ. അപ്പോൾ പുള്ളിയുടെ അത് പറയുന്ന രീതി ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസ്ലേറ്റ് അല്ല, വേറെ രീതിയിലുള്ള ഒരു ഭാഷയിൽ കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം വേറൊരു പത്രത്തിൽ വന്നിങ്ങനെ ഐസക് ജോൺ കലീഷ് ജെയിംസിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിരുന്നു പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസകരമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തോട് ഉണ്ടായിട്ടുള്ളത്. പുള്ളി എപ്പോഴും രസികനാണ്. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ടല്ലോ. ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ ഒരു മീറ്റിങ്ങിൽ, വലിയൊരു മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗാണ്, 10,000 ആൾക്കാരുണ്ട്. ആ മീറ്റിംഗ് വന്ന് അവിടെ വേദിയിലിരിക്കുകയാണ്. കുറച്ച് വലിയ പല അസോസിയേഷനിലെ ആൾക്കാരുമുണ്ട്. അപ്പം അവരെല്ലാം അങ്ങോട്ട് നീട്ടി പ്രസംഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹം അവിടെ ഇരുന്ന് ഇന്ന് കിഴന്നൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ ഫ്രണ്ട് അവിടെ നിൽക്കുകയാണ്, പത്രക്കാരല്ലേ അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞോണ്ടേ പുള്ളി അങ്ങ് ചാടി അങ്ങോട്ട് എണ്ണിച്ചു.
നീയൊക്കെ എന്താ വിചാരിച്ചു ഒന്നും പുള്ളിക്ക് എനിക്ക് ഷുഗറിൻ്റെ ഒക്കെ ഉണ്ട്, പുള്ളിക്ക് ദാഹമൊക്കെ കൊണ്ട് ഒന്നും ചെയ്തിട്ട് ഇവർ നീട്ടിക്കൊണ്ട് പോകല്ലേ. ഞാൻ വലിയ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്, എന്നെ ഇങ്ങനെ എടുത്ത് ഇത്രയും ഒരു എന്താ പറയുക പുള്ളി ചാടി അങ്ങ് ഇറങ്ങി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ബോയ്ക്കോട്ട് ചെയ്തു. പുള്ളിയുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ ഇരുന്ന് ചാടി ഇറങ്ങി വരിക എൻ്റെ മുമ്പിലാണ് വന്ന് വിട്ടത്. ഞാനും കൂടെ ഒപ്പുപോയി. എന്നിട്ട് പുള്ളി അങ്ങ് രോക്ഷം കൊള്ളുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞാണ് അദ്ദേഹം മസ്കറ്റിൽ പോയി, ഒമാനിൽ പോയിട്ടാണ് അവിടെ വെച്ചാണ് പുള്ളിക്കൊരു ഹൃദയാഘാതം ഉണ്ടാകുന്നത് ചെറിയൊരു രീതിയിൽ. ആ സമയത്തൊക്കെ ആ സമയത്താണ്. കാരണം പുള്ളിക്ക് ഈ അദ്ദേഹത്തിന് പിന്നെ എന്താണ് ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ദാഹവും കാര്യങ്ങളൊക്കെ വേണ്ടല്ലോ. ഒരു കരിക്കും വെള്ളം പോലും അവർ കൊടുത്തില്ല ആ സമയത്ത്. ഇപ്പോൾ അവർ മറന്നുപോയി കാണും. അത് വലിയൊരു വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം അത് പ്രസംഗിക്കാതെ അവിടുന്ന് ഇറങ്ങി പോവുമായിരുന്നു, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ജനങ്ങളും പോയി. പിന്നെ ഇവരുടെ പ്രസംഗം കേൾക്കാനാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനല്ലേ ആൾക്കാർ വന്നത്. അവരപ്പം ബാക്കിയുള്ളവരങ്ങ് നിർത്താതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ക്ഷമ കേട്ടിട്ടാണെങ്കിൽ അറിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അങ്ങ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിഷനെ പറ്റി എന്തായിരുന്നു അദ്ദേഹം പങ്കുവച്ച കാര്യം? ആദ്യമേ പിന്നെ ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് തൊട്ട് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ദുബൈ വന്നു. അന്ന് എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇദ്ദേഹമായിരിക്കും എന്നുള്ളത് അറിയാം. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മറ്റേ സോളാർ വിഷയം തുടങ്ങിയ സമയത്താണ്, കത്തി അങ്ങോട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ പുള്ളി അവിടെ വന്നൊരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഒരു ചെറിയ നോട്ടുണ്ട് കയ്യിൽ, വളരെ ഗംഭീരമായിട്ട് പഠിച്ച് ഓരോന്നിനും അങ്ങോട്ട് ഓരോന്ന് പ്രസ്താവന ചോദിച്ചതിനെല്ലാം മറുപടി തന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഒരു വാക്കാണ്, സോളാർ കേസിലെ മുഖ്യപ്രതി സരിത ഇവിടെ കൂട്ടുപ്രതിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള അത് ഉമ്മൻചാണ്ടി സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ അപ്പോഴും ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ രീതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ നിലപാട് മാറ്റുമെന്ന് അങ്ങോട്ടാണ് ഞാൻ ചോദിച്ചത്. അത് നോക്കാവുന്ന കാര്യം, ആലോചിക്കാവുന്ന കാര്യം. അപ്പം അങ്ങോട്ട് കത്താൻ പോകുന്നതേ ഉള്ളായിരുന്നു ആ പ്രശ്നമേ. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ ഞാൻ ചെന്നിട്ട് ഷെയ്ക്കാൻ കൊടുത്തിട്ട് എന്നെ നേരത്തെ അറിയാം. അതിന് 20 വർഷത്തിന് മുമ്പ് അല്ല 10-15 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, പുള്ളിക്ക് വലിയ ഈ മത്സ്യമൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരു ഉച്ചയ്ക്ക് പോകുന്നുണ്ട്, എന്നെ കൂടെ വിളിച്ചു. അങ്ങനെ ഞങ്ങളിരുന്ന് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. വലുതായിട്ട് അന്നത്തെ ഒരു പരിചയം. ഞാൻ സാറേ വളരെ ഗംഭീരമായിരുന്നു പത്രസമ്മേളനം. അത് വളരെ വളരെ ഒരു സംശയത്തില്ലാത്ത രീതി വളരെ ചിട്ടയോട് അങ്ങനെ പഠിച്ച രീതിയിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി ചിരിച്ച് ആ ഫോട്ടോ ആരോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പലപ്പോഴും പുള്ളിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും അല്ല പാർട്ടിയുടെ വിഷൻ അല്ല അതുകൊണ്ട് പറയും. അത് നമുക്കറിയാമല്ലോ, കൂടുതൽ കാര്യങ്ങൾ അറിയാം അതിനെക്കുറിച്ചുള്ള വളരെ പിന്നെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഇവിടെ ഒരു ദിവസം ഞാൻ ഈ ലോക കേരള സഭ വെച്ചു, എനിക്ക് പിന്നെ 3 മിനിറ്റാണ് പ്രസംഗിക്കാൻ തന്നു. ഞാനവിടെ കയറി ചെന്നുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 3 മിനിറ്റ് കൂടുതൽ കേട്ടോ എന്ന്. പുള്ളി ലോക കേരള സഭയിലാണ്. ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് അങ്ങ് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഈ കേരളത്തിലെ നിക്ഷേപ സൗഹൃദ രാഷ്ട്രം അല്ലെ സംസ്ഥാനമാണെന്ന് പറയുന്നതിൽ എനിക്ക് ഇപ്പോഴും പിന്നെ അതിനകത്ത് ആശങ്കയുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്നാണ് 1-2 പേര് ആത്മഹത്യ ചെയ്തത്, ഇല്ല കൺവെൻഷൻ സെൻ്ററിൻ്റെ കാര്യം. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞു, അവിടെ ഇവിടെ തിരുവല്ലയിലൊരു കൺവെൻഷൻ സെൻറ്റർ പിന്നെ 15 ഏക്കറിൽ അവിടെ ചെയ്ത് വെച്ചേക്കുകയാണ്. അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുക. വിജയൻ എന്നെ വിളിച്ച് പറഞ്ഞു. കാരണം ഇവിടെ സർക്കാർ വലിയ ഹൈ ലെവലിലോ അല്ലെ മിനിസ്റ്ററുടെ ലെവലിലോ IAS ലെവലിലോ അല്ല അഴിമതി നടക്കുന്നത്, താഴെ കിട്ടില്ല പഞ്ചായത്ത് ലെവലിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യണം. എല്ലാ മുഖ്യമന്ത്രിയും കൺസേൺ മിനിസ്റ്റേഴ്സും എല്ലാ 3 മാസവും 6 മാസം കൂടുമ്പോൾ ഒരു അദാലത്ത് വെക്കണം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി. അവരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ വേറെ പലരും ഒത്തിരി പേര് പ്രസംഗിച്ചല്ലോ. പുള്ളിയുടെ മറുപടി പ്രസംഗത്തിൽ ഈ കാര്യം 2 എടുത്ത് പറഞ്ഞു. ഇതിന് 2-നും ഇങ്ങനെ ഞങ്ങളൊരു ഓപ്പൺ ഹൗസ് വെക്കും, നിക്ഷേപകർക്ക് വേണ്ടി വെക്കും. അത് 1-2 ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഒന്നും അത് നടന്നിട്ടില്ല. പിന്നെ പുള്ളിയും സമ്മതിച്ചു, ശരിയാണ് അവിടെ പഞ്ചായത്ത് തലത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പഞ്ചായത്തിൻ്റെ പെർമിഷൻ കൂടാതെ ഇവിടെ ഏത് വ്യവസായം തുടങ്ങാമെന്ന് ഇപ്പം പുതിയ നിയമം വന്നിട്ടുണ്ട്. മറ്റെങ്ങനെയല്ല, അവിടെയാണ് കുറിയും കിടക്കുന്നത്. പഞ്ചായത്തിൻ്റെ അനുമതിയില്ല ഒരു ബിസിനസ്സും തുടങ്ങാനൊക്കത്തില്ല. പിന്നീട് ഇവരുടെ ഭരണത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകോ എങ്ങാണ്ട് ലൈസൻസ് കിട്ടും.
പിന്നെ എന്താണ് ഒരു വിൻഡോ സിസ്റ്റമുണ്ട്, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം. അത് ഇങ്ങനെയുണ്ട്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സൊക്കെ അവിടെ വരുമ്പോൾ അവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തൊക്കെ നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നടപ്പാക്കുകയും ചെയ്തു. കുറച്ച് കാര്യങ്ങൾ, പകുതി കാര്യങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇവിടെ ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ആ കുതിപ്പിനെ. അതിനുള്ള വളരെ നല്ലൊരു പഠനമായിരുന്നു, അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കലായിട്ടുള്ള ഒരു പഠനം, ഒരു ഡിസ്കഷനായിരുന്നു അന്ന് നടന്നത്. അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിച്ചു. പലരും അതിനു മുമ്പ് നടപ്പാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എത്രയോ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് നടത്തിയിട്ടുണ്ട്, പലരുടെ സമയത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ അതേ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളം വേറെ ലെവലിലായി പോയേനെ. പക്ഷേ അതിന് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ പരിമിതമായ വേറെ പല കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ ലേബർ മിലിറ്റൻസി ആണെന്ന് പറയും. ഒരു പരിധി വരെ അതും ശരിയായിരുന്നു. കൂലിയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ദൂരെ നിന്ന് കാണുന്ന ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ എനിക്കും തോന്നുന്നത് ഈ പൂർണ്ണമായിട്ടും ആ രീതിയിലുള്ള പിന്നെ നിക്ഷേപ സൗഹൃദ ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് പോയി ഇവിടെയുള്ള ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. സാറേ, കഥകളാണ് അവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും, തൊഴിലാളികളുടെ ഭാഗത്തും അവരുടെ മനോഭാവത്തിൽ മൈൻഡ് സെറ്റ് മാറണം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. എന്നെങ്കിലേ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരാനാക്കത്തുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരുപാട് ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളെ സാറിന് പരിചയമുണ്ട്. അവരെയൊക്കെ അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം സാറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്കൊരു കാര്യമുണ്ട്, നമ്മുടെ മമ്മൂട്ടിക്ക് സാറാണ് മെഗാസ്റ്റാർ എന്നുള്ള പേര് സമ്മാനിച്ചതെന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാണ്. ഞാനന്ന് ഗൾഫ് ന്യൂസിലായിരുന്നു. 1987 മമ്മൂട്ടി ആദ്യമായിട്ട് ഗൾഫിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഗൾഫ് ന്യൂസിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഇടയിറങ്ങിയ ഒരുപാട് സിനിമകൾ വല്ലാത്തൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുള്ളിയുടെ പ്രത്യേക രീതി മാറ്റം തന്നെ കാണാമറയത്ത് വന്ന് നല്ലൊരു ഇതാണ്. പിന്നീട് ഇൻസ്പെക്ടർ ബൽറാമായിട്ടൊരു സിനിമയിൽ വന്നിട്ടുണ്ട്, പേര് ആവനാഴി. ന്യൂഡൽഹി ഇറങ്ങിയിട്ടില്ലായിരുന്നു. ന്യൂഡൽഹി പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വരുന്നത്. അപ്പം നല്ലൊരു ആ സമയത്ത് നമുക്ക് ആൾക്കാർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്താണ് അത് എന്തുകൊണ്ട് ആ ഒരു നമ്മളുടെ പുള്ളി നമ്മൾക്ക് നൽകിയ ആ ഒരു ഉണ്ടല്ലോ ഒരു പിന്നെ എന്താണ് പുള്ളിയുടെ ആ സമയത്ത് അഭിനവ മികവും പുള്ളി ഉണ്ടാക്കിയൊരു ഇമേജ് കൊണ്ടാണ് നമ്മളന്ന് വലിയൊരു ഗൾഫ് ന്യൂസിലെ ഫീച്ചറൊക്കെ വരുന്ന ടാബ്ലോയിഡ് ഫോമാറ്റിലാണ്. അതിൻ്റെ 1-2 പേജ് മൊത്തം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള എഴുതി. അപ്പോൾ അത് മമ്മൂട്ടി ലാൻഡ് ചെയ്യുന്നതിന് അന്ന് അത് പ്രസിദ്ധീകരിക്കണം. മെഗാസ്റ്റാർ മമ്മൂട്ടി അറൈവ്സ് ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. മെഗാസ്റ്റാർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പുള്ളിക്കൊരു സൂപ്പർ സ്റ്റാർ പോരാ എന്ന് ഉള്ള തോന്നൽ എനിക്ക് ആ സമയത്ത് പുള്ളിയോട് തോന്നിയ ആ തീവ്രമായിട്ടുള്ള ഒരു ഫാൻ ഉണ്ടാകുന്ന ഒരു ഫാനിന് സാറിന് ഒരു ആരാധകൻ ഉണ്ടാകുന്ന ഒരു വെച്ചാണ് കൊടുത്തത്. അത് പിന്നെ മമ്മൂട്ടിക്ക് വളരെ അന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം തന്നെ ആൾക്കാർ ഇതൊക്കെ കാണിച്ചു, വലിയ സന്തോഷമായിരുന്നു. പിന്നെ പുള്ളി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് പുള്ളി അതൊക്കെ പിന്നീട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഗൾഫ് മ്യൂസിയം വിസിറ്റ് ചെയ്ത് പുള്ളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ കാണാനും എല്ലാം കാണാൻ എടുത്തേക്കാൻ. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് വരികയാണ്, ഈ ഒരു ചിത്രമുണ്ട്, അതിൻ്റെ ഇതേപോലെ ഞാനൊരു പത്രപ്രവർത്തകനായിട്ടാണ് അതിനകത്ത് വരുന്നതെന്നൊക്കെ പറയുണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് പല ആൾക്കാർക്കും ഇത് അറിയാൻ വയ്യായിരുന്നു. ഈയിടെ ഈ ഋഷി വന്നത് കഴിഞ്ഞ ഒരു 5-6 മാസത്തിന് മുമ്പ്. പിന്നെ നടൻ ശ്രീനിവാസൻ, അന്ന് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തോടൊപ്പം. ശ്രീനിവാസൻ എവിടെയോ ഒരു അഭിമുഖത്തിലോ മീറ്റിങ്ങിലോ കണ്ട് പറഞ്ഞു, മമ്മൂട്ടി സ്വയം അങ്ങ് മെഗാസ്റ്റാർ എന്നുള്ള പദവി എടുത്ത് ആർക്കിലോ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണം മെഗാസ്റ്റാർ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത്, അയ്യോ എന്താണ് ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് മമ്മൂട്ടി എന്നെ വിളിക്കുന്നു. ആദ്യം ഒരു വാട്സപ്പ് മെസ്സേജ് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹായ് പറഞ്ഞ് വിളിച്ചു. പറഞ്ഞു, നമ്മുടെ അന്നത്തെ ആ പേപ്പർ കട്ടിങ് വല്ലതും ഉണ്ടോ? കലീഷ് ടൈംസിൽ എന്നാണ് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, കലീഷ് ടൈംസിലല്ല, അത് ഗൾഫ് ന്യൂസില്ല. അന്ന് ഞാൻ ഗൾഫ് ന്യൂസിലായിരുന്നു. പക്ഷേ അത് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അവരുടെ റൈവൽ ന്യൂസ് പേപ്പറിലാണ്.
ഒന്ന് ശ്രമിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്തോ, ഞാൻ പറഞ്ഞു ഇതാണോ ശ്രീനിവാസൻ്റെ പ്രശ്നമാണെന്ന്, അത് തന്നെ പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടി കണ്ടെടുത്ത ആർക്കൈവ്സിൽ നിന്ന് 37 വർഷം ഇല്ലേ, 37 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞ് അതിങ്ങനെ ലൈബ്രറിയുടെ അതിൽ നിന്ന് കിട്ടി. ഞാനത് കഴിഞ്ഞിട്ട് അത് ഫോട്ടോ ഉടനെ അതിൻ്റെ ഇതെടുത്തിട്ട് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പുള്ളി അതെല്ലാം കണ്ടിട്ട് എൻ്റെ ചോദിച്ചു, ഇത് നമുക്ക് ഇതൊന്നും പത്രക്കാരുടെ ഒക്കെ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഈ അവരുടെ ഇടയിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ പറയാം. ഞാൻ പത്രക്കാരെ വിളിച്ച് അവർ വളരെ ഹാപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമേ മനോരമയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നെ വീണ്ടും ഒരു നോട്ട് അയക്കുന്നു, ഇത് അങ്ങോട്ട് എറിച്ചിട്ടില്ല. ഏത് ശ്രീനിവാസൻ പറഞ്ഞു അങ്ങോട്ട് ആരും ഒന്നും അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താലോ, ഈ കോൺട്രവേഴ്സി അങ്ങ് അടങ്ങുകയാണെങ്കിൽ അടങ്ങട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അതാ നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞു. പിന്നീട് ഇതിനെക്കുറിച്ചുള്ളതൊന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 3-4 മാസത്തിന് മുമ്പ് അദ്ദേഹം അവിടെ വരുന്നു, ദുബൈക്ക് വരുന്നുണ്ട്. കൈരളി അവാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട് എല്ലാ വർഷവും. അത് ചെയർമാൻ അദ്ദേഹം വരും, എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് അവാർഡ് കൊടുക്കും. അതിൻ്റെ ജൂറി സ്ഥിരം ഞാനും പിന്നെ രവിപിള്ളയും പിന്നെ അഷ്റഫ് അലി MA യൂസഫ് അലിയുടെ ബ്രദറുണ്ട്, ഞങ്ങൾ 3 പേരാണ് ജൂറി മെമ്പേഴ്സ്. അപ്പം കുറച്ച് നമ്മുടെ എല്ലാ ലിസ്റ്റൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സ്റ്റാമ്പ് ശരിയാണ്, ഇവരൊക്കെ അർഹിക്കുന്നതാണെന്നുള്ള കൊടുക്കണം. എന്നിട്ട് സ്റ്റേജിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കും. അപ്പം ഇദ്ദേഹം വരുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, പിന്നെ അവിടെ വെച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് റെഡിയാക്കി തരാമെന്ന്. അയ്യോ വേണമെന്ന് പറഞ്ഞു പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ അപ്പോൾ അവിടെ പോയി ആ സ്റ്റേജ് വെച്ച് തന്നെ ഞാൻ ഇത് കൊടുത്തു. സ്റ്റേജ് വെച്ച് കൊടുത്തപ്പോൾ ഈ അവാർഡിന് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ പരിഗണന ഇതിന് കിട്ടിപ്പോയി. ഈ സ്റ്റേജിൽ വേണ്ടി അത് ബ്രിട്ടാസ് അത് പെട്ടെന്ന് അതിന് മുൻകൈ എടുത്ത് ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. സാറിന് എല്ലാ വർഷവും ചീഫ് മിനിസ്റ്റർ കാണുന്ന, ഈ പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് അത് വരാൻ പറ്റിയില്ല. മറ്റെല്ലാ വർഷവും ഈ അവാർഡിന് ഇവർ രണ്ടുപേരും കാണും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മിനിസ്റ്ററും കൂടെ കാണുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാനിത് കൊടുത്ത് വെച്ച് പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇപ്പം 4 മാസമേ ആയുള്ളത്. നമ്മുടെ യൂസഫ് അലി സാറുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? യൂസഫായി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇന്നലെയും പുള്ളിയുടെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡൽഹിയിലെ ഒരു അവാർഡ് ഫംഗ്ഷൻ, ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ അവാർഡ് ഫംഗ്ഷന് വേണ്ടി പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ദലൈലാമയ്ക്കും അമൂലിലെ കുര്യനില്ല, അമൂൽ നമ്മുടെ ഒപ്പത്തിൻ്റെ അവർക്കൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുത്താണ്. ഇദ്ദേഹത്തിന് ഈ പ്രാവശ്യം കൊടുക്കണം, നവംബറിലാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി വേണം. അപ്പം ഞാനത് 3 മാസം മുമ്പേ മുതലേ പറയുകയാണ്. അപ്പം പുള്ളിക്ക് നവംബറിലെ പുള്ളിയുടെ ഷെഡ്യൂളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. കാരണം അദ്ദേഹം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ കൂടെ ആളാണ് അബുദാബിയുടെ. അപ്പോൾ അവിടുത്തെ മിനിസ്റ്റീരിയൽ ഡെലിഗേഷനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡെലിഗേഷനോ ഒക്കെ ആ സമയത്തുണ്ടെങ്കിൽ പുള്ളി വേറെ ഒന്നിനും സമ്മതിക്കത്തില്ല. ഇതുകൂടാതെ പുള്ളിയുടെ ലുലു ഗ്രൂപ്പ് വളരെ വലിയൊരു എക്സ്പാൻഷനിലാണ്, എല്ലായിടത്തും ഔട്ട്ലെറ്റ്സ് തുടങ്ങുന്നു. അതൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞങ്ങളുടെ തിരുമേനിയും അച്ഛനും ഒക്കെ വിളിച്ചിട്ട് വളരെ പ്രഷർ ചെയ്ത് ഇതൊരു മറുപടി വേണം. അപ്പോൾ ഞാൻ വീണ്ടും അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരിച്ചു. പുള്ളിയുടെ സെക്രട്ടറി പറഞ്ഞു മിക്കവാറും നടക്കത്തില്ല, കാരണം അന്ന് ആ മാസം മൊത്തം ടൈറ്റ് ഷെഡ്യൂളിലാണ്, ഒന്നുകൂടെ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ എന്നെ വിളിച്ചു, കൺഫേം ചെയ്തിട്ട് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ അവരെ അറിയിച്ചു കഴിഞ്ഞായിരുന്നു. ഒന്നുകൂടെ വിളിച്ച് പറയും അദ്ദേഹത്തിനെ നവംബറിൽ കിട്ടത്തില്ല, കാരണം അവർക്ക് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണമല്ലോ. പിന്നീട് അദ്ദേഹം നമ്മളെ ഇപ്പം ഞാൻ പല ഓർഗനൈസേഷൻ്റെ ആളായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ വിളിക്കുന്നുണ്ടെ അവിടെ വരും. അദ്ദേഹം വരുന്നത് ഒരു സിനിമാ താരം വരുന്നതിനേക്കാളും കൂടുതൽ താരപരിവേഷമാണ്, എന്ന് വെച്ചാൽ അത്ര ആൾക്കാരങ്ങ് കൂടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പം നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ ഇപ്പം അക്കാഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഓണത്തിന് പുള്ളി ഇനാഗുറേഷനാണ് പുള്ളി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം കേരളത്തിലെ നമ്മുടെ US ഗവൺമെൻറ് ഇലക്ഷൻ ഉണ്ടല്ലോ, പ്രസിഡന്റ് ഡയറക്റ്റ് ഇലക്ഷൻ, അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളില്ലാത്ത ഡയറക്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായിട്ട് നാളെ ഇദ്ദേഹം വരും. അത്ര ജനപ്രിയനാണ്, ജനങ്ങൾക്ക് ഒരുപാട് സഹകരണം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല എൻ്റെ ചോറുകൂടി മുട്ടിക്കണോ അങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ ഇച്ചിരി വെജിറ്റബിളും പച്ചക്കറിയും മറ്റേതൊക്കെ വെറ്റി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കളയണമെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി മറുപടി പ്രസവമൊക്കെ പറഞ്ഞു. സാർ ഇപ്പം ചിറ്റിലപ്പള്ളി സാറിനുമായിട്ട് നല്ല ബന്ധമുള്ള ആളല്ലേ യൂസഫ് അലി സാർ? സാർ ഇവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളപ്പോൾ ഇവരൊരു വിഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു വ്യാവസായിക ഇവർക്കൊരു വിഷനുണ്ട്, ഇൻഡസ്ട്രിയൽ വിഷൻ ഇവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. യൂസഫ്ബൈക്കുള്ള ഒരു വിഷനുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വികസനത്തിന് പുള്ളി വളരെ താല്പര്യം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത വേറെ ഏത് മലയാളിയുണ്ട് കേരളത്തിൽ?
കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും ഒരു ട്വിൻ ടവർ കൊച്ചിയിലുണ്ട്. എത്രയോ കോടികൾ അതിനും ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ രീതികൾ തന്നെ വലിയൊരു ഒരു ഒരു ഡിഫൈനിങ് മൂവ്മെൻ്റ് ആയിരുന്നു. ലുലു ഷോപ്പിംഗ് മാളും ആ വലിയ 5 സ്റ്റാർ ഹോട്ടൽ, അതിനൊക്കെ ഞാൻ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇവിടുത്തെ ഒരു മുഖച്ഛായ തന്നെ നമ്മുടെ വ്യവസായ രംഗത്തുള്ള ഒരു മുഖച്ഛായ തന്നെ മാറ്റിയത് ഇങ്ങനെയുള്ള മാളുകളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ ഒരുപാട് മിക്കവാറും കേരളത്തിൻ്റെ എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഒക്കെ അവരുടെ ഒരു പോളിസി മേക്കിങ്ങിൽ ഒരു അഡ്വക്കേറ്റ് പോലെ, അതായത് അഡ്വക്കസി പോലെ ഉണ്ടല്ലോ, അതിനകത്ത് എൻഗേജ് ചെയ്യാനും ഡിസ്കഷനും ഒക്കെ പുള്ളി പങ്കെടുത്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയിൽ നല്ലൊരു ഏത് മുഖ്യമന്ത്രി മന്ത്രി വന്നാലും അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ അവിടെ കാണും. ആ രീതിയിലായിട്ടുണ്ട്. പിന്നെ സണ്ണി ചിറ്റപ്പള്ളിക്ക് പുള്ളി ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു. പുള്ളിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അദ്ദേഹം മരിച്ചു പോയി കേട്ടോ. പുള്ളിക്ക് അങ്ങനെയുള്ള പുള്ളിക്ക് ഇങ്ങനെ കൂടുതൽ സമ്പത്ത് വർദ്ധിപ്പിക്കണം, എങ്ങനെ ഭംഗിയായിട്ട് ഗോൾഡ് ബിസിനസ് കൊണ്ട് നടക്കണം. അത് ഒരു ഹോൾസെയിലറും കൂടായിരുന്നു, മനസ്സിലായില്ലേ. അതായത് അല്ലാതെ കേരളത്തിൻ്റെ വികസനത്തിനെ കുറിച്ചൊന്നും പുള്ളിക്ക് അങ്ങനെ വലിയ കാഴ്ചപ്പാടൊന്നും ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യാവസ്ഥ അതാണ്. ബാക്കിയുള്ള പല ആൾക്കാർക്കും അതിനെക്കുറിച്ചൊക്കെ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. വേറെ യൂസഫലിയെ പോലെ തന്നെ ഡോക്ടർ ആസാദ് മൂപ്പന്, ഫൈസൽ കുട്ടിക്കോളുണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ഒരു പ്രത്യേക താല്പര്യം, പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് കേരളത്തെ നന്നാക്കി കൊണ്ടുപോകണമെന്നൊക്കെയുള്ള സ്വപ്നം ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. സാർ ഇപ്പം പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടുത്തെയൊക്കെ ഒരു വികസന പ്രവർത്തനങ്ങൾ സാർ കണ്ടിട്ടുണ്ട്. അപ്പം സാറിന് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഗിൽട്ടി ഡെവലപ്മെൻ്റ് ആണ്, അതായത് ഒരു ഗിൽട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് ആണ് ഇവിടെ നടക്കുന്നത്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് അല്ല എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരുടെ കുറച്ച് കാലത്തേക്കുള്ള ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പിന്നെ അവർ പോയി കഴിയുമ്പോൾ അതില്ലാതാവുന്നു, പിന്നെ അടുത്ത ആളുകൾ വരുന്നു. ഒരു പാർട്ടിയുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഇക്കണോമിക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ മൊത്തത്തിലുള്ള അടിത്തറയും അതിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലുള്ള വീഴ്ചകളും പരിമിതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ ഒക്കത്തില്ല. കേരളത്തിലെ റോഡുകളായാലും നമ്മുടെ ബാക്കിയുള്ള അടിസ്ഥാന പശ്ചാത്തല വികസനമൊക്കെ വളരെ പുറകിലാണ്. ഈവൻ നമ്മൾ ഇന്ത്യയിലെ ബാക്കി ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും നമ്മളവിടെ കാണുന്നുണ്ട് കേരളമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ നമ്മൾ എത്രയോ 10-20 വർഷമായിട്ടാണ് നമ്മുടെ ഒരു നാഷണൽ ഹൈവേക്ക് തുടങ്ങിയിട്ട് ഇത് എങ്ങും എത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴും അത് അങ്ങനെ കിടക്കുകയാണെന്നല്ലോ. അത് തന്നെ എന്താണ് പകുതി. അപ്പം കേരളത്തിലെ ഭരണാധികൾ എല്ലാ കാലത്തും അവരെല്ലാം ഏത് പാർട്ടി മാറി വന്നാലും അവർക്കൊക്കെ ആഗ്രഹമുണ്ട്, ഇച്ഛാശക്തി കാണിക്കും. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ അവരിൽ അതിന് വേണ്ടിയുള്ള വിഭവശേഷി കാണത്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള സപ്പോർട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ വേറെ പാർട്ടിയായിരിക്കും കേന്ദ്രത്തിൽ, അവരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകത്തില്ല. അത് വേറെ ഇതൊക്കെ പല കാര്യങ്ങളാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ട രീതിയിലുള്ള മൊമെൻ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊമെൻ്റം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഇതിൽ കൂടുതലാകാമായിരുന്നു വികസനം, ഇല്ലേ? അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് പിന്നെ സാർ ഇപ്പം ഒരുപാട് യുവാക്കൾ അന്യനാടുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ? നമുക്ക് പക്ഷേ ഇവിടെ നമുക്കിവിടെ റിസോഴ്സസിനെ ഉപയോഗിക്കാഞ്ഞിട്ടാണോ അതോ ഉള്ള റിസോഴ്സിനെ തിരിച്ചറിയാഞ്ഞിട്ടാണോ ഈ ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോയി അവിടെ തന്നെ PR കിട്ടി അവിടെ തന്നെ താമസിക്കുന്നു? അതൊരു വിഷയം. പിന്നെ രണ്ടാമതൊരു കാര്യം, എത്രത്തോളം രാജ്യങ്ങൾ പല ചെറുപ്പക്കാർക്കും അറിയില്ല എത്രത്തോളം രാജ്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വിസ ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് എത്താൻ എങ്ങനെയാണെന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ്? അല്ല, അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം നല്ല കാഴ്ചപ്പാടുണ്ട്. ഇവിടെ നടന്നെന്ന് പറഞ്ഞ ഓരോ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകൾ കൊണ്ടാണ് കേരളത്തിൽ പണ്ടും ഇന്നും സംഭവിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പേരെടുത്ത് പറയത്തില്ല, പണ്ട് കമ്പ്യൂട്ടർ ഇവിടെ ആദ്യം വന്നപ്പോൾ അത് തല്ലി പൊട്ടിക്കാൻ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നു. ട്രാക്ടർ ഇറക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. അതൊരു കാലഘട്ടം. അത് കഴിഞ്ഞ് അതെല്ലാം മാറി. ഇതൊക്കെ അനിവാര്യമാണ്. IT യുഗത്തിലേക്ക് അന്ന് കയറുന്ന സമയത്ത് അത് അനിവാര്യമാണെന്നുകൊണ്ട് അവർ തന്നെ പിന്നെ മുൻകൈ എടുത്ത് തെറ്റ് തിരുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികളെല്ലാം എവിടെ പോകുന്നത്? പുറത്ത് പോയി പഠിക്കുന്നു, ബാംഗ്ലൂരിലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പോയി പഠിക്കുന്നതാണ്. ഇവിടെ അതിനുള്ള ഹയർ എഡ്യൂക്കേഷന് വേണ്ട നല്ല രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളോ നല്ല സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷനുള്ള അഭാവം കൊണ്ടല്ലേ. അതിനാണല്ലോ അത് പിന്നെ TP ശ്രീനിവാസൻ, അംബാസഡർ TP ശ്രീനിവാസൻ എന്ന്
ഇതിൻ്റെയൊക്കെ ഒരു ഉപദേഷ്ടാവ് എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞല്ലോ, ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ പ്രവേശിപ്പിക്കണം, എങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കും, നമ്മുടെ ടാലൻറ്റ് വികസനത്തിനും അവരുടെ അക്കാഡമിക്ക് മാത്രമല്ല അവരെ നമുക്ക് പ്രാപ്തരാക്കി എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തല്ലി താഴെയിട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2015 തോന്നുന്നു എൻ്റെ മകൻ്റെ കല്യാണ സമയത്ത് അതിൻ്റെ തലേന്നൊക്കെ പുള്ളിക്ക് ഈ ഏറ് കിട്ടുകയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ എന്ത് ചെയ്തു? 10 വർഷത്തിന് ശേഷം അവരെല്ലാം മാറ്റി നല്ല ഒരു എബൌട്ട് ടേൺ നടത്തി ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് നമ്മുടെ പിന്നെ വിദ്യാഭ്യാസം എഞ്ചിനീയറിംഗ് കോളേജിനും മെഡിക്കൽ കോളേജിനും പിന്നെ അനുമതി കൊടുക്കാതെ വന്നുകൊണ്ട് എല്ലാവരും ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നീട് ചറപറ കൊടുത്തു. പക്ഷേ അതുകൊണ്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മളെപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കുന്നത് ഈ അവസരങ്ങൾ പോയി കഴിയുമ്പോഴാണ്. അവസരങ്ങളുടെ സമയത്ത് നമ്മൾ തയ്യാറെടുക്കാൻ നമ്മൾ അമാന്തിച്ചുകൊണ്ടോ പല കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങളാൽ അത് നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ് ഈ വികസനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലുള്ള നിലപാട് എടുത്താൽ ഇത്രയും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഈ പ്രതിപക്ഷം ഒരു കാര്യം ഇപ്പോൾ എതിർത്താൽ അവർ വരുന്നുണ്ടെങ്കിൽ അവരതിനെ അനുകൂലിക്കുകയും അവരതിനെ അപ്പോഴത്തേക്ക് ഇതിനെ അനുകൂലിച്ചിരുന്ന ഭരണപക്ഷം വീണ്ടും പ്രതിപക്ഷമാകുന്നുണ്ട് അവരതിനെ എതിർക്കുകയും ചെയ്യുന്നൊരു രീതിയായി പോയി നമ്മുടെ നിർഭാഗ്യവശാൽ. സാർ ഇത്രയും 45 വർഷത്തെ ഒരു പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു. കംപ്ലീറ്റ്ലി സാക്ഷാത്കരിക്കപ്പെട്ടോ സാറിൻ്റെ വിഷൻസൊക്കെ? എനിക്ക് വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. ഇത് തന്നെ എല്ലാം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാറുണ്ടെന്ന് വെച്ചാൽ ഒരു അവസരത്തിൻ്റെ ഇതാണ്, ഒരു ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നൊക്കെ പറയും. മാത്രമല്ല ഞാൻ ഇച്ചിരി അസ്ട്രോളജിയിലൊക്കെ അറിയാവുന്നതുകൊണ്ട് അസ്ട്രോളജി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയും, എനിക്കൊരു ഇതുണ്ട്. ബുധൻ എൻ്റെ നീചത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ബുധനാണ് നമ്മളെ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ജാതകം ഞാൻ ജനിച്ചപ്പം എഴുതിയതാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണെങ്കിലും ഞാൻ ഈ പൂയം നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് പൂയത്തിന് കാലുണ്ട്. 1-ാം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മരിക്കും, 2-ലാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് കുഴപ്പം വരും, 3-ലാണെങ്കിൽ ഫാദർ മരിക്കും, അല്ലെങ്കിൽ 4-ലാണ് എൻ്റെ അമ്മാവന്മാർക്ക് കുഴപ്പമുണ്ടാകും. പക്ഷേ അതിന് വേറെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ആ പാർട്ടി ബുധനാഴ്ച ജനിച്ചാൽ മാത്രമേ ഇതൊക്കെ ബാധകമാവുള്ളൂ. ഞാൻ ഭാഗ്യവശാൽ സൺഡേയിലാണ് ജനിച്ചത്. എന്നാലും എൻ്റെ ജാതകം അതുകൊണ്ടാണ് എഴുതിച്ചത് അവർ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ബുധൻ നീചത്തിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പഠിത്ത കാലത്ത് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒരു ഹൈ ഫസ്റ്റ് ക്ലാസ് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി, ബാക്കി പിന്നീടുള്ള ഉഴപ്പി. പക്ഷേ നീചത്തെ ഭംഗം ചെയ്ത് രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ നീചത്തെ ഭംഗം ചെയ്തുകൊണ്ട് 40 വയസ്സിന് ശേഷമേ കിട്ടത്തുള്ളൂ ഇതൊക്കെ. ഒരു രാജയോഗം പോലെ എനിക്ക് തന്നു. എനിക്ക് പേരുണ്ടായി, എനിക്കത് മൂലം വരുമാനം ഉണ്ടായി ഈ എഴുത്തുകൊണ്ട്. ഇപ്പോൾ എക്കണോമിക്സും ഇംഗ്ലീഷും ഞാൻ കൈകാര്യം ചെയ്യുന്നു, രണ്ടും. അന്ന് ഞാൻ 3rd ക്ലാസ് ആയി പോയെന്നേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ക്ലാസ് മേടിച്ചവരെക്കാളൊക്കെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, ഇത് പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കലാരംഗത്ത് ഇവിടുത്തെ വലിയ ഇതുകൊണ്ടല്ലോ കലാഭവൻ, ആബേലച്ഛനും ഞാനും കൂടാണ് കലാഭവൻ ഗ്ലോബൽ എന്ന് അവിടെ തുടങ്ങി. അവിടെ 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങാൻ പറ്റി. കുട്ടികളെ എനിക്ക് കലാപരമായിട്ട് യാതൊരു കഴിവില്ലാത്ത പാർട്ടിയാണ്, പക്ഷേ അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ ഈ സാഹചര്യങ്ങൾ കിട്ടി. ഇതൊക്കെ ഞാൻ പ്രതീക്ഷയെ കൂടുതലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു. ആകസ്മികമായിട്ട് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് വേറെ വലിയ വിഷനില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒന്നു. സാർ നാളെ ഒരു ബുക്ക് എഴുതുകയാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും അതിന് പേര് നൽകുന്നത്? ആത്മകഥയ്ക്ക് എന്തായിരിക്കും പേര് നൽകുന്നത്? ഞാൻ അങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് പലരും എൻ്റെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി. ഇപ്പോൾ ഞാൻ ബുക്ക് എഴുതുകയാണെങ്കിൽ എൻ്റെ കഥയേക്കാളും കൂടുതൽ ഞാൻ കണ്ട വളർച്ച, യുടെ വളർച്ച, യുടെ ട്രാൻസ്ഫോർമേറ്റീവ് ഗ്രോത്ത്സ് വലിയതാണ്. മാത്രമല്ല വളരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്ത സ്റ്റണ്ണിങ് അല്ല, ഇൻക്രെഡിബിൾ ഗ്രോത്താണ് ഉണ്ടായത്. അത് ഈ കാണുന്ന അതൊന്ന് ക്രോണിക്കിൾ ചെയ്ത് ആ സമയത്ത് എൻ്റെ ചരിത്രത്തോടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അലസത കൊണ്ട് നടന്നില്ല. പലരും എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു, അങ്ങനെ എഴുതാനില്ല, എൻ്റെ ഒന്നും എഴുതാനുണ്ട്. ഞാൻ കണ്ട യുടെ വളർച്ചയും ആ സമയത്ത് ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലുണ്ടായ ആ പുരോഗതിയും ഭരണാധികാരിമാർ അതിനു മുമ്പ് ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭരണത്തിലുള്ള ലീഡർഷിപ്പ് തമ്മിലുള്ള വലിയൊരു ബോണ്ടിങ് വന്നത് എങ്ങനെയാണെന്ന്, അതുപോലെ 2 രാജ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാൻ ആരെങ്കിലും മുന്നോട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പൊതുവേ ഈ ഒരു കാര്യത്തിൽ ഒരു ലേഡ് ബാക്ക് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പേര് എൻ്റെ അതൊക്കെ ലാസ്റ്റിലേ ചിന്തിക്കേണ്ടത്.
സാറിൻ്റെ ഫാമിലി ഈ ഒരു പലപ്പോഴും വീട്ടിലൊന്നും കൂടാൻ സമയം ഉണ്ടാവില്ല, യാത്രകളായിരിക്കാം, എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഒരു ഞാൻ ഗൾഫിൽ ജോലിയുള്ളപ്പോൾ ഡെസ്കിലായിരുന്നു, ചീഫ് സബ് എഡിറ്റർ ആയിരുന്നു, നൈറ്റ് എഡിറ്ററും ഒക്കെ ആയിരുന്നു. അന്ന് എൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടായിരുന്നു, എന്ന് വെച്ചാൽ വളരെ ടെൻഷനായിരുന്നു. പിന്നെ അന്ന് രാത്രി 2 മണിക്കാണ് വീട്ടിൽ ചെല്ലുന്നത്, 2 മണി വരെ. അപ്പോൾ അതുവരെ ഏതെങ്കിലും സ്റ്റോറി വന്ന് ബ്രേക്ക് ചെയ്യുന്നോ. അപ്പം അന്ന് ഞാൻ ഗൾഫ് ന്യൂസിലുള്ളപ്പോൾ കരീസ് ടൈംസ് പിന്നെ പിറ്റേ ദിവസം കരീസ് ടൈംസ് കാണാതെ എനിക്ക് ഉറക്കം വരത്തില്ല. കാരണം ഞാൻ ഏതെങ്കിലും സ്റ്റോറി മിസ് ചെയ്തിട്ടുണ്ടോ, ഫ്രണ്ട് പേജൊക്കെ അങ്ങനെ വരുന്ന ടെൻഷനൊക്കെ ആയിരുന്നു. ഞാൻ അന്ന് വളരെ അങ്ങ് ക്ഷീണിച്ചു പോയി കേട്ടോ. അപ്പോൾ ഈ ഡെസ്ക് ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നു. ഗൾഫ് ന്യൂസിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ആണ് എൻ്റെ ഒരു സുഖം തോന്നുന്നത്. എന്താ വെച്ചാൽ പിന്നെ ഞാൻ റൈറ്റിംഗ് മാത്രമാണ്, റിപ്പോർട്ടിങ്, റൈറ്റിംഗ്. അപ്പോൾ അവിടെ വളരെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് രാത്രി ഇരുന്ന് ഇരിക്കണ്ട, പിന്നെ ടെൻഷനില്ല, നമ്മൾ കൊടുക്കുന്ന സ്റ്റോറി തെറ്റുപറ്റാതെ എഴുതാൻ നോക്കിയാൽ മതി. അപ്പോൾ അന്ന് എൻ്റെ ഫാമിലിയെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഈ 9 വർഷവും ഞാൻ രാവിലെ സൂര്യപ്രകാശം കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങുക, പിന്നെ ഉച്ചയ്ക്ക് ഉണരുന്നത്, ഉച്ചയ്ക്ക് ഉണർന്ന് വീണ്ടും ഊണ് കഴിച്ച് വീണ്ടും റെഡിയായിട്ട് പോവുകയാണ്. ഇന്ന് പലരും ഡെസ്കിലെ ജോലിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാ പലരും. സാറിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു കാലയളവിൽ? ഫാമിലി, എൻ്റെ വൈഫ് ടീച്ചറാണ്, വളരെ എപ്പോഴും സപ്പോർട്ടീവാണ്. എനിക്ക് പുള്ളിക്കാരി എല്ലാവർക്കും പറയാനുള്ളത്, എനിക്ക് ചായ ഇടാൻ അറിയാം, പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനും അറിയാം. ഓംലെറ്റ് അല്ല ഉണ്ടാക്കാൻ മാത്രമേ എനിക്കറിയാവൂ. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിച്ചത് പോലെ എൻ്റെ വൈഫാണ്. നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മോള് അവിടുത്തെ ഒരു US കമ്പനിയുടെ ഹെഡാണ്, ദുബൈ ഹെഡാണ്. മോൻ ഓസ്ട്രേലിയയിലാണ് ചാർട്ടേഡ് അക്കൗണ്ട്. ഇപ്പോൾ ഒരു CFO ആണ്, ഒരു കമ്പനിയുടെ CFO ആണ്, ഓസ്ട്രേലിയൻ കമ്പനിയുടെ. അപ്പോൾ അവരുടെ പഠിത്തത്തിൽ അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ചെയ്തതും, പിന്നെ മോന് നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ ഈ പാട്ട് പോലും അവനെ പഠിപ്പിച്ച് കലാപ്രതിഭയായിരുന്നു 4 വർഷം. കലാപ്രതിഭ ഉണ്ടാക്കാനായിട്ടും എല്ലാം പാടുപെട്ട് എൻ്റെ വൈഫാണ്. പിന്നെ ഈ കലാഭവൻ തുടങ്ങാനും കാരണം എൻ്റെ മോനൊരു കലാവാസന ഉള്ളതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് ഒരെണ്ണം തുടങ്ങാം. ഞാൻ പറഞ്ഞു, അച്ഛൻ ചെയർമാൻ, കലാഭവൻ ഗ്ലോബൽ ചെയർമാൻ, ഞാൻ പ്രസിഡൻറ്റുമായിട്ടാണ് തുടങ്ങി. ദുബൈ തുടങ്ങി, ഷാർജയിൽ തുടങ്ങി, പിന്നെ ക്യൂറ്റിലും തുടങ്ങി. അവസാനം ഞാൻ ദുബൈയിലെ രാധിക തിലകിന് വിറ്റത്. എൻ്റെ 3-4 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാനായിട്ട്. അങ്ങനെയാണ് അത് തുടങ്ങി.